ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രി ജംഗ്ഷനിൽ ആരംഭിച്ച അടിപ്പാത നിർമ്മാണത്തിനെതിരായ സമരം അത് ശക്തമാവുകയാണ്. നീളവും ഉയരവും കുറഞ്ഞ അടിപ്പാത നിർമ്മിച്ചാൽ ഗതാഗതക്കുരുക്ക് ഉണ്ടാകും എന്നാണ് ആരോപണം. നിലവിൽ സമരം ഒരു മാസം പിന്നിട്ടു. ലഹരിവിരുദ്ധ യാത്രക്കിടെ 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ കഴിഞ്ഞ ദിവസം സമരപന്തൽ സന്ദർശിച്ചിരുന്നു. ദേശീയപാതയ്ക്കരികിലെ സംസ്ഥാനത്തെ ഏക മെഡിക്കൽ കോളേജാണ് ആലപ്പുഴ വണ്ടാനത്തേത്. 10,000-കണക്കിന് സാധാരണക്കാരുടെ അഭയകേന്ദ്രമായ വണ്ടാനം മെഡിക്കൽ കോളേജ് കവാടത്തിന് മുൻപിലെ അടിപ്പാത നിർമ്മാണത്തിൻ്റെ പേരിലാണ് ജനകീയ സമരം ശക്തമാകുന്നത്. ഇപ്പോൾ നടക്കുന്ന അടിപ്പാതയുടെ നിർമ്മാണം ഒരു തട്ടിക്കൂട്ട് നിർമ്മാണമാണെന്നും വേണ്ടത് ഒരു ഉയരപ്പാതയാണെന്നുമാണ് ജനങ്ങളുടെ ആവശ്യം. നിലവിൽ 13 മീറ്റർ അടിപ്പാതയാണ് ദേശീയപാത വികസനത്തിൻ്റെ ഭാഗമായി നിർമ്മാണം പുരോഗമിക്കുന്നത്. അശാസ്ത്രീയമായ രീതിയിൽ നടക്കുന്ന അടിപ്പാതയുടെ നിർമ്മാണത്തിനെതിരെ കഴിഞ്ഞ ഒരു മാസക്കാലമായി ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭത്തിന് തുടക്കം കുറിച്ചിരുന്നു. ഒരാഴ്ചയ്ക്ക് മുൻപ് അടിപ്പാത നിർമ്മാണം തടസ്സപ്പെടുത്തിയ സമരസമിതി പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. കുറേ നാളുകളായിട്ട് DPR പോലും നോക്കാതെ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സംവിധാനമാണിത്. ഇത് എലിപ്പെട്ടി പോലെയുള്ള ഇത് മാറ്റിയിട്ട് ഒരു വലിയ ഉയരപ്പാത 105 മീറ്റർ നീളത്തിലുള്ള വീതിയിലുള്ള ഒരു ഉയരപ്പാത ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ നമുക്ക് ഒരു നല്ലൊരു സംവിധാനം. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ സ്കൂളോ അതുപോലെ തന്നെ വലിയ ഹോസ്പിറ്റലോ ഉണ്ടെങ്കിൽ അവിടെ നിർബന്ധമായിട്ടും ഉയരപ്പാതയാണ് വരേണ്ടത്. പക്ഷേ എന്തോ അധികാരികളുടെ അനാസ്ഥ മൂലം ഇവിടെ വന്നത് അടിപ്പാതയാണ്. സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, ആലപ്പുഴ TD മെഡിക്കൽ കോളേജ്, ഡെന്റൽ കോളേജ്, നഴ്സിംഗ് കോളേജ്, ദേശീയ വൈറോളജി ലാബ്, മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ സംഭരണശാല തുടങ്ങി ഒട്ടേറെ സ്ഥാപനങ്ങൾ പ്രദേശത്തുണ്ട്. ദിവസവും 4000-ലധികം രോഗികൾ ആശുപത്രിയിൽ ചികിത്സയ്ക്കുമെത്തുന്നു. വിവിധ മതസ്ഥരുടെ 15-ലധികം ആരാധനാലയങ്ങളും ഇവിടെയുണ്ട്. പ്രദേശത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കാതെ നടത്തിയ രൂപരേഖ യാത്രക്കാർക്കും ദുരിതം വരുത്തുമെന്ന ആശങ്കയാണ് നാട്ടുകാർ പങ്കുവയ്ക്കുന്നത്. നാഷണൽ ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ട് വരേണ്ടിയിരുന്നത് ഫ്ലൈ ഓവർ ആയിരുന്നു. ഇവിടെ അടിപ്പാതയുടെ പണി തുടങ്ങിയപ്പോഴാണ് സാധാരണക്കാരായ ഞങ്ങൾ ഇത് അടിപ്പാതയാണെന്ന് മനസ്സിലാക്കുന്നത്. ഇവിടെ 50,000-ഓളം ജനങ്ങൾ വസിക്കുന്ന ഈ ഗ്രാമപഞ്ചായത്തിൽ തീരദേശത്ത് ഏതാണ്ട് 55% ആളുകളും ബാക്കി 45 ഹൈവേക്ക് കിഴക്കുവശമാണ്. ഇവിടെ ജനങ്ങളുടെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ പോലും പര്യാപ്തമല്ലാത്ത ഒരു അണ്ടർപാസാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ദീർഘവീക്ഷണം ഇല്ലാത്തൊരു പരിപാടിയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഉയരപ്പാതയാണ് ഇവിടെ ആവശ്യം. ആലപ്പുഴ മെഡിക്കൽ കോളേജിന് മാത്രം ഒരു പ്രധാന കവാടമാണുള്ളത്. ഇതുവഴി വേണം രോഗികൾക്കും ആംബുലൻസിനും KSRTC ബസ്സിനും കൂടാതെ ആശുപത്രിയുടെ നിർമ്മാണ സാമഗ്രികളുമായുള്ള വാഹനങ്ങൾക്കും കടന്നുപോകാൻ. എന്നാൽ ഇത്രയും ജനത്തിരക്കേറിയ സ്ഥലത്ത് നിർമ്മിക്കുന്നത് 13 മീറ്റർ മാത്രം അടിപ്പാതയാണ്. 30 മീറ്റർ വീതിയുള്ള അടിപ്പാത നിർമ്മിച്ചാൽ മാത്രമേ മെഡിക്കൽ കോളേജ് ജംഗ്ഷനിലെ ദുരിതത്തിന് പരിഹാരമാകൂ എന്നാണ് വിദഗ്ധർ പറയുന്നത്. അതല്ലെങ്കിൽ ഇപ്പോൾ നിർമ്മിക്കുന്ന അടിപ്പാത ഗതാഗത കുരുക്കുകൊണ്ട് ജനജീവിതം ദുസ്സഹമാക്കും. ഷിബു കണിയാങ്കുളത്തിനൊപ്പം മനീഷ് മഹിബാൽ, 24 ആലപ്പുഴ.